സോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നാട്ടിലും ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഓൾസോ ലൈക്ക് ബാക്കിയുള്ള ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്ന് കാണുമ്പോഴും ഐ ഡു ടോക്ക്. അങ്ങനെയുള്ള സാധനങ്ങളും എന്റെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് if I'm seeing something is happening in front of my eyes and if I'm not standing up for that, I know that's not what I am, you know. സോ അങ്ങനെ നാട്ടുകാർക്കെല്ലാം നല്ല സ്നേഹമാണ്, which is nice. എനിക്ക് ഷോക്ക് ആയിരുന്നു. ബിക്കോസ് റിയാസ് തന്നെ ഓരോ ഇന്റർവ്യൂസിൽ റിയാസ് അനുഭവിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി തോന്നി. That's one thing. Okay. സോ ഈ പറഞ്ഞ നാട്ടുകാര്, ഞാൻ എന്റെ 9th പഠിക്കുമ്പോൾ എന്റെ ആദ്യത്തെ നാട് ഫുള്ള് വിട്ടിട്ട് വന്ന പുതിയ നാട്ടുകാരാണ്. പുതിയ നാട്ടുകാരെന്ന് വെച്ചാൽ ലാസ്റ്റ് 10 years. ഇറ്റ്സ് നോട്ട് പുതിയത്, കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ടുള്ള നാട്ടുകാരാണ്. അതിനു മുമ്പ് എനിക്ക് ഉണ്ടായിരുന്ന നാട്ടുകാർ വാസ് ഹോറബിൾ and terrible. So I had the worst experience, like my all childhood traumas തുടങ്ങിയത് അവിടെ നിന്നാണ്. So it's just but there were definitely എല്ലായിടത്തും നല്ല ആൾക്കാരും ഉണ്ടാവും, മോശം ആൾക്കാരുണ്ടാവും, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ. ആൻഡ് അവിടെ ഞാൻ കുറേ മോശം ആൾക്കാരുടെ ഇടയിൽ നിന്ന് മോശം എക്സ്പീരിയൻസ് അനുഭവിച്ചിട്ട് തന്നെയാണ് വന്നത്. സോ ആ നാട്ടുകാർ ഇസ് ഡിഫറെന്റ്. അല്ല ലൈക്ക് അവര് കുറച്ചും കൂടെ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആൾക്കാരായിരുന്നു എനിക്ക് തോന്നുന്നു. അത് ഗെയിം ആണ്, ആ ഗെയിം അങ്ങനെ അവന് കളിക്കാൻ പറ്റുള്ളൂ. അതിന്റെ പേരിൽ അവനെ ജഡ്ജ് ചെയ്യാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദേ വർ സപ്പോർട്ടിങ് യു വെരി വെൽ. ഇവൻ കുഞ്ഞു കുട്ടികൾ പോലും റിയാസേട്ടൻ എല്ലാം പഠിപ്പിച്ചു തരും. ഇങ്ങനെയാണ് ദേ വർ സേയിങ്. ബിക്കോസ് ഞാൻ ട്യൂഷൻ എടുക്കായിരുന്നു എല്ലാവർക്കും, ലൈക്ക് കുട്ടികൾക്ക് മുതൽ +2 വരെയുള്ള ആൾക്കാർക്ക് ഐ യൂസ് ടു ടേക്ക് ട്യൂഷൻ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയി പഠിപ്പിക്കായിരുന്നു. എന്റെ വീട്ടിൽ ഹോം ട്യൂഷൻ ഉണ്ടായിരുന്നു. നാട്ടിൽ അങ്ങനെ ഇടപെട്ട എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഷെയർ ചെയ്യാനുണ്ടോ? ഒരു ചേച്ചി ഷോപ്പിൽ എന്തോ ഒരു പ്രശ്നം വന്നപ്പോ ഷോപ്പിൽ ഒരാൾ എന്തോ വാങ്ങാൻ വന്നിട്ട് സിഗരറ്റ് വാങ്ങാനാണ് വന്നത്. ആൻഡ് വിത്തൗട്ട് നോ റീസൺ ആൾ കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഷി വാസ് കൈൻഡ് ഓഫ് ബീങ് വെരി ഡിസ്റെസ്പെക്ട്ഫുൾ വിത്ത് ഹർ. സോ അപ്പൊ തന്നെ ഞാൻ ചാടി ഇടപെട്ടു. ചേച്ചി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, കമ്മിങ് ടു ഇപ്പൊ റിയാസിന്റെ എന്താ പറയാ, എനിക്കൊന്ന് ഗേൾസ് ഒക്കെ ഭയങ്കര ഫാൻസ് റിയാസിന്റെ മേക്കപ്പ്, സ്കിൻ കെയർ, ഈ സംഭവങ്ങളൊക്കെ. ഞാൻ തന്നെ ആലോചിക്കുന്നേം ഇതൊക്കെ എന്തൊക്കെ സാധനങ്ങൾ. അതിനോടൊരു ക്രൈസ് ശരിക്കും എപ്പോഴാ വന്നേ? ലൈക്ക് ആ ഒരു മേക്കപ്പ്, സ്കിൻ കെയർ, അങ്ങനത്തെ ഒരു സംഭവങ്ങളോട്? ലോങ് ടൈം ബാക്ക് ഐ യൂസ് ടു ലവ് ഓൾ ഓഫ് ദിസ്. എനിക്ക് ഇതൊക്കെ ചെയ്യുന്ന ഇഷ്ടമാണ്. ആൻഡ് ഐ ഡു ബിലീവ് ഇത് എല്ലാവർക്കും ചെയ്യാമെന്ന്. ഇറ്റ്സ് വെരി നോർമൽ. സ്ത്രീനും പുരുഷനും ഏത് ജെൻഡറിലുള്ളവർക്കും ചെയ്യാനുള്ള സാധനമാണ് മേക്കപ്പ്. യുനോ, ഇപ്പൊ നമ്മുടെ സിനിമയിലുള്ള നമ്മുടെ ലാലേട്ടനും മമ്മൂക്കൊക്കെ മേക്കപ്പ് ചെയ്താലും ഇറ്റ്സ് ലൈക്ക് അടിപൊളി. റിയാസ് മേക്കപ്പ് ചെയ്താലും സോ പക്ഷെ ഇറ്റ് വാസ് ലൈക്ക് ഇപ്പം ഞാൻ ഐ എം ലേണിംഗ് ലവ് നൗ കൈൻഡ് ഓഫ്. ഞാൻ ഇങ്ങനെ പഠിച്ചു വരാണ് എല്ലാം. യുനോ, സോ ഈവൻ ഇറ്റ്സ് മേക്കപ്പ്. സോ ഇറ്റ്സ് നൈസ്. യു ലവ് ടു ലേൺ അല്ലേ? പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും, എവറിഥിങ്. And I truly, even for me, the favorite kind of person for me is someone like who love to grow on a daily basis. You know, അതായത് എനിക്കറിയാം ഈ കാര്യം തെറ്റാണ്, then I'm ready to unlearn and relearn things എന്ന് പറയുന്ന ആൾക്കാരാണ് എനിക്കിഷ്ടം. Yes, I am also that kind of person. I think you're a good listener അല്ലേ? Truly. Okay, അപ്പോൾ റിയാസിന് അതുപോലെ റിയാസിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ഗുഡ് ലിസണർ ഉണ്ടോ റിയാസിന് ശരിക്കും? Yeah, I do. One of my closest friends is Rizwan. So ഞാൻ റിസ്വാനോടാണ് എൻ്റെ മെജോറിറ്റി കാര്യങ്ങളും പറയാം on a daily basis. We talk every day. So അവനെല്ലാം കേട്ടിരിക്കും. സെയിം വേ ഈ അതുപോലെ തന്നെയാണ്. I'm also like അവൻ പറയുന്നതെല്ലാം കേട്ടിരിക്കും. So yeah. Like എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെ ഒരു ലിസണർ വേണം എന്നുള്ളത് ഭയങ്കര Definitely, because most of the time നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ലോൺലിനെസ് ഫീൽ ചെയ്യുക. ലൈക്ക് നമ്മൾ കൂടുതൽ നമ്മുടെ ട്രോമാസ് എല്ലാം വീണ്ടും പുറത്തേക്ക് വരാം. വി ഫീൽ ലൈക്ക് വർത്ത്ലെസ്. നമ്മുടെ ലൈഫിൽ ഒന്നും നടക്കുന്നില്ല, കരിയർ വൈസ് അല്ലെങ്കിൽ യുനോ റിലേഷൻഷിപ്പ് വൈസ് ഒക്കെ മോശമാണെന്ന് തോന്നുന്ന സമയത്തും ഇഫ് ദർ ഇസ് someone to kind of motivate you, that's nice. But at the end of the day, nobody will motivate you every day and nobody will be there for you. No. ഇപ്പൊ എനിക്ക് എത്ര ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാലും at one point of time കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവരെന്റെ കൂടെ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. മനസ്സിലായില്ലേ? സോ ഇറ്റ്സ് അബൌട്ട് യു ബി ദാറ്റ് മോട്ടിവേറ്റർ ഫോർ യുവർ സെൽഫ്. അത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ ഇവൻച്വലി. സോ മോസ്റ്റ്ലി ഐ മോട്ടിവേറ്റ് മൈ സെൽഫ് എവറി ഡേ. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് എനിക്ക് ആഫ്റ്റർ ബിഗ് ബോസ് ലൈക്ക് I have this new bunch of people. കുറേ നല്ല ബ്യൂട്ടിഫുൾ ഫ്രണ്ട്സ് I have. And I'm very grateful. Like ഞാനത് അവരോട് എപ്പോഴും പറയാറുണ്ടോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഉണ്ട്. For me that's also important. Like if I love my friends, I do say that I love you so much.
ബിക്കോസ് ഈ സ്നേഹം എന്ന് പറയുന്നത് ഉള്ളിത്തൊലിന്റെ ഉള്ളിൽ വെച്ച് പൊതിഞ്ഞു വെക്കാനുള്ള സാധനമല്ല. ഓക്കെ, അതിപ്പോ പാരന്റ്സിന് കുട്ടികളോടുള്ള സ്നേഹമാണെങ്കിൽ പോലും ദിൽ ബി ലൈക്ക് വെരി റഫ്. പക്ഷെ പറയും നമുക്ക് ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷെ അത് കാണിക്കാൻ താല്പര്യമില്ല. പിന്നെ കുഴിയിൽ കൊണ്ടുപോയി കുഴിച്ചിടാനുള്ള സാധനം അല്ലല്ലോ ഇത്, ഒബ്വിയസ്ലി. സോ ഫോർ മീ ലൈക്ക് ബീങ് വോക്കൽ അബൌട്ട് യുവർ ഫീലിംഗ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയാറുണ്ട് that I love you so much and thank you for being there. I value my relationships too much. Like എനിക്ക് എൻ്റെ ലൈഫ് ലോങ് വരെ ഫുൾ വരെ കൊണ്ടുപോകാനുള്ള ഫ്രണ്ട്ഷിപ്സ് ആണ് ഞാൻ ആക്ച്വലി ഉണ്ടാക്കുക. And very few friendships also. Very few. Okay, you have been making videos on sexuality, equality. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടായിരിക്കും മേ ബി ബിഗ് ബോസ് എന്നുള്ളൊരു ഇതിലേക്ക് റിയാസിന് ഒരു കോൾ വന്നിട്ടുണ്ടാവുക. റിയാസിന്റെ കോണ്ടന്റ് ഒക്കെ അവര് കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ അകത്ത് കയറിയിട്ടാണെങ്കിലും റിയാസ് ശരിക്കും ആ ഒരു ജെൻഡർ ഈക്വാലിറ്റി അല്ലെങ്കിൽ LGBTQ അതിനെ പറ്റി സപ്പോർട്ട് ചെയ്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അതിന്റെ അകത്ത് കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നു. സ്റ്റിൽ ഇപ്പൊ പുറത്തിറങ്ങിയിട്ടും യു ആർ ഡൂയിങ് ദാറ്റ്. ശരിക്കും സൊസൈറ്റിയിൽ എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഇനി മാറ്റങ്ങൾ വരാനുണ്ടോ, ഇനി ശരിക്കും മാറുമോ, അല്ലെങ്കിൽ ഒരു കൈൻഡ് അല്ലെങ്കിൽ ഒരു ഇത്ര പെർസെന്റേജ് ആളുകൾ സ്റ്റിൽ ഇനിയും ഫോർ എവർ നമ്മുടെ ഇവിടെ ഉണ്ടാവോ? എന്താണ് ശരിക്കും തോന്നുന്നത്? സോ വൺ തിങ് ലൈക്ക് ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഐ റിയലി ഡോണ്ട് ലൈക്ക് ഗിവിംഗ് മീ സോ മച്ച് ക്രെഡിറ്റ് ഓഫ് ഇറ്റ് ഓർ സംതിങ്. ഇറ്റ്സ് ലൈക്ക് ഐ ബിലീവ് നമ്മളെല്ലാവരും നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ ഇഫ് വി ഫീൽ ലൈക്ക് അല്ല ഐ സേ വൺ തിങ്, ഒരുപാട് പേര് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിലൊരാൾ മാത്രമാണ് റിയാസ്. അത് റിയാസിന് നന്നായിട്ട് അറിയാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഭയങ്കര സ്ട്രോങ് ആയിട്ട് എല്ലാവർക്കും അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റണം എന്നില്ല. അതിലൊരാളാണ് റിയാസ്, ഭയങ്കര സ്ട്രോങ് ആയിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇനിയിപ്പോ റിയാസിന് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, ഓൾറെഡി ഇത് സംസാരിച്ചുകൊണ്ട് ഇതിനെ പറ്റിയുള്ള കുറെ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ദാറ്റ്? ഇനി മാറുമോ അല്ലെങ്കിൽ സ്റ്റിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടാവുമോ? ഫോർ മീ ഇറ്റ്സ് ലൈക്ക് വെരി സിമ്പിൾ. ഇറ്റ്സ് അബൌട്ട് നമ്മുടെ ചുറ്റും ജീവിക്കുന്ന മനുഷ്യരെ നമ്മൾ കൺസിഡറേറ്റ് ആവുക എന്നുള്ളതാണ് മെയിൻ സാധനം. അതിപ്പോ പീപ്പിൾ ഓഫ് ഡിഫറെന്റ് ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി മാത്രമല്ല, ഏത് തരത്തിലുള്ള മനുഷ്യരും ആയിക്കോട്ടെ, നമ്മുടെ ചുറ്റും എല്ലാവരും ഈക്വലി അല്ല ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് കാണുമ്പോൾ ഏതൊരു മനുഷ്യനും യു ഹാവ് ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് ടോക്ക് അബൌട്ട് ഇറ്റ്, സ്പെഷ്യലി ഇഫ് യു ഹാവ് എ വോയിസ്. ലൈക്ക് ഐ ഡു ഹാവ് എ വോയിസ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കുറെ ആൾക്കാർ കേൾക്കും എന്ന് എനിക്കറിയാം. So if I have a voice, if I have a platform, it's my responsibility to use it properly. Okay? The real you is ഇത് തന്നെയാണോ actually? The real me is so this. Okay, like റിയാസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആളുകൾക്ക് ബിഗ് ബോസിൽ വന്നതിന് ശേഷം അറിയുന്ന റിയാസ് ആണ്. റിയാസിന്റെ അതിന് മുന്നേ ഉള്ള ഫ്രണ്ട്സ് ഒക്കെ ആക്ച്വലി ചോദിച്ചിട്ടുണ്ടോ, എടാ നീ ശരിക്കും ഇങ്ങനെയായിരുന്നു? നോ. എന്റെ ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കും മുതലേ എന്റെ നിക് നെയിം വാസ് ബിഗ് ബോസ്. റിയലി? ബിക്കോസ് നോട്ട് ബിക്കോസ് ഐ ലവ് ബിഗ് ബോസ്, അതുകൊണ്ടല്ല. ഐ യൂസ് ടു ബി സോ ഡ്രമാറ്റിക്. അതുകൊണ്ട് അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആമ്പിള്ളേര് മാത്രം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ട് ലൈക്ക് ഇഫ് ഐ എം ഫീലിംഗ് സംതിങ് ഇസ് നോട്ട് റൈറ്റ്, ഞാൻ അതിനെ കുറിച്ച് കച്ചറ ഉണ്ടാക്കുക, സംസാരിക്കുക. യുനോ, സോ ഞാൻ യൂഷ്വലി ഡിസ്പ്ലേ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും അത് അവിടെ ഉണ്ടായിരുന്നു. സോ അവരെപ്പോഴും പറയും നീ ബിഗ് ബോസിൽ പോകണം. ലൈക്ക് ഫസ്റ്റ് സീസൺ ഇറ്റ്സെൽഫ്, ഫസ്റ്റ് സീസൺ നടക്കുമ്പോഴേ എന്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ പറയായിരുന്നു എന്റെ പഴയ പോസ്റ്റുകൾ ഇൻസ്റ്റഗ്രാമില്. പഴയ പോസ്റ്റ് എന്ന് വെച്ചാല് 2017 പോസ്റ്റ് പോയിട്ട് അതിന്റെ കോമന്റ് സെക്ഷനിൽ നോക്കിയാൽ കോമന്റ് ബിഗ് ബോസ് എന്ന് അവന്മാര് കോമന്റ് ചെയ്യും. 2017 പോസ്റ്റ്. It's like they manifested it, I manifested together with them and it happened. Oh, you are the ഭയങ്കര അവരിപ്പോ എന്താ പറയുന്നത് ആക്ച്വലി സീസൺ 4 കേറിയ ടൈം? Yeah, like they were all so happy. കുറെ ആൾക്കാരും ഞങ്ങൾ അന്നേ പറഞ്ഞല്ലേ. But it's not like I was very happy about majority of my friends. No, because ഞാൻ ബിഗ് ബോസിൽ കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ലൈക്ക് ഞാൻ പുറത്ത് തിരിച്ചിറങ്ങി വന്നപ്പോ a lot of my friends, they were so ashamed to support me. I mean, ഞാൻ നോമിനേഷൻസിൽ വന്നിട്ടും nobody put a story to like asking votes അല്ലെങ്കിൽ ഈവൻ ഒരു സപ്പോർട്ട് മൈ ഫാമിലി പോലും ആസ് എ ഫ്രണ്ട്സ് കുറെ ആൾക്കാരുടെ കയ്യിൽ നിന്നും ഉണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? പക്ഷെ എല്ലാവരും ഇവൻച്വലി ലാസ്റ്റിലേക്ക് വന്ന് റിയാസിനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ എന്റെ ഫ്രണ്ട്സും എന്റെ നാട്ടുകാരും എന്റെ വീട്ടുകാരും അങ്ങനെയും ഒരു സാധനം ഉണ്ട്. എല്ലാരെയും കുറിച്ചല്ല പറയുന്നത്, ബട്ട് ദേർ ആർ പീപ്പിൾ ലൈക്ക് റിയാസിനെ കുറിച്ച് ആലോചിക്കുമ്പോഴേ പ്രൗഡാന്ന് പറയുന്ന പല ആൾക്കാരും
they started being proud of me when everybody started being proud of me. And that's very sad. Like, I was with you, like, you know who I am, but like, you are so scared of the judgment. That's very saddening, to be honest. Okay. അതിപ്പോൾ എല്ലായിടത്തുനിന്നും അങ്ങനെ തന്നെ ആയിരുന്നു. It's not just friends. Even few of my relatives പോലും. Okay. Like, ഞാൻ പറഞ്ഞില്ലേ, like, എൻ്റെ ഉമ്മാനും വാപ്പാനൊക്കെ ആ സമയത്ത് like because of the bullying they got very sick and hospitalized and all of this stuff. അതൊക്കെ നടന്നു. എൻ്റെ ഫാമിലിയിലെ പല ആൾക്കാരും ഫോൺ വിളിച്ച് പോലും ചോദിച്ചിട്ടില്ല. Like, what's happening, how was everything, they knew because they were so ashamed. Like, why? Because, like, why you're ashamed of me? Like, what have I done? ആ ഒരു സാധനം it's obviously there. Okay. പക്ഷെ റിയാസ് എല്ലാവർക്കും വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. റിയാസ്? എല്ലാവർക്കും വേണ്ടിയിട്ട് എത്തേണ്ട സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. Definitely, yeah. ഇനി നമുക്കൊരു റാപ്പിഡ് ഫയറിലേക്ക് പോകാം. ഓക്കെ. Okay. കുറേ സീരിയസ് കണ്ടന്റ് കുറേ സാധനങ്ങൾ. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. What advice would you give to yourself? To myself. Yeah. To myself, the advice I'm going to give is make a lot of money, love the people around you, and achieve your dreams. Make sure whatever dreams you have, you will accomplish all of that. Just tell yourself every day you're not just a dreamer, you're a doer. സ്വപ്നം കാണുന്നതെല്ലാം നേടിയെടുക്കാൻ പറ്റും എന്ന് പറയാം. And just love and give care to the people you love.